മല പോലെ വന്ന് എലി പോലെ മടങ്ങി റിയാസ്. ഷാനവാസ് വിഷയത്തിൽ ലാലേട്ടൻ എന്ത് പ്രതികരിക്കും? ബിഗ് ബോസ് ഹൗസിലെ മിസൈലിന്റെ തുണിയില്ലാത്ത നടത്തം ഇന്ന് ചർച്ചാ വിഷയമാകുന്നു. നമുക്ക് ഇന്നത്തെ ചില അപ്ഡേറ്റുകൾ നോക്കാം. റിയാസ് മടങ്ങി. റിയാസ് എന്തൊക്കെയോ ഇവിടെ വന്ന് ഭയങ്കര ഭരണമൊക്കെ നടത്തി അതിന്റെ സന്തോഷത്തിലാണ് പോകുന്നത്. എന്തായാലും ശരി, എല്ലാരെയും ഹഗ് ചെയ്തു, ഷാനവാസിനെ ഒഴിച്ച്. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയേക്കുന്നത് ഷാനവാസിനാണ്. നമ്മൾ അറിയുന്ന ബിഗ് ബോസിന്റെ കള്ളക്കളിയാണ്. ലക്ഷ്മിയുടെ പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ ലക്ഷ്മിയുടെ വോട്ടിങ് വെളിയിൽ കുറഞ്ഞത് പരിഹരിക്കാൻ വേണ്ടി വിട്ട ഒരു കളിയാണ് ഈ റിയാസ് എന്ന ഉപകരണം. എനിക്ക് തോന്നുന്നു കാര്യം റിയാസിന്റെ വരവോടുകൂടി പിന്നെ ഈ അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. ഈ വൈൽഡ് കാർഡ് അല്ലാതെ കയറിയവര് നല്ലപോലെ കളിച്ചവരല്ലേ, നൂറെ ഉൾപ്പെടെ ഉള്ളവര്. അപ്പൊ അവരെയൊക്കെ അനിമോള് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് മിനിഞ്ഞാന്ന് വന്ന ലക്ഷ്മിയെ പിടിച്ച് ജനറൽ മാനേജരാക്കുക. എന്താ എന്നുവെച്ചാൽ ലക്ഷ്മിയുടെ പ്രശ്നം വോട്ടിങ്ങിൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ലക്ഷ്മിയെ കുറച്ചുകൂടെ ബിഗ് ബോസിന് വേണം. ഇവിടെ വലിയ കടപ്പാടൊന്നുമല്ല, കുറച്ചുകൂടെ വേണം. അതിനു വേണ്ടി മാത്രമുള്ള ഒരു കള്ളക്കളി. അതിനാണ് റിയാസിന് ഈ ഗെയിം ചെയ്യിച്ചത്. അവിടെ വന്ന് ഏറ്റവും മോശമാക്കേണ്ടവരെ നല്ലവരാക്കി, നല്ലവരാക്കേണ്ടവരെ ചീത്തയാക്കി റിയാസ് ഗുഡ് ബൈ പറഞ്ഞു പോയി. എന്തെങ്കിലും ആട്ടെ. എന്തായാലും ശരി, ഷാനവാസ് വിഷയമാണ് ഇപ്പൊ മറ്റൊരു വലിയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. കാര്യം അനീഷ് പറയുന്നത് നീ സന്തോഷിക്കാൻ വരട്ടെ, ലാലേട്ടൻ വന്ന് കഴിയുന്നിടം വരെ നീ സന്തോഷിക്കാൻ വരട്ടെ. ലാലേട്ടൻ വന്ന് പറയുമ്പം തെറ്റുകാരനാണെങ്കിൽ നീയുമായിട്ടുള്ള ബന്ധം തീർന്നു പറഞ്ഞു. കാര്യം ഒരു സെക്ഷൽ ഇഷ്യൂസ് ആണ് ഇതിനകത്തില് ഈ സീസണിൽ പല നേരങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് വല്ല കഴമ്പുണ്ടോ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം ഗെയിം ആയിട്ട് ഇവരങ്ങ് ചെയ്യുകയാണ്. എന്തെങ്കിലും കണ്ടാൽ അവിടെ ഒരു അടുക്കള പാത്രത്തിൽ അഴുക്ക് കണ്ടാലേ, പാത്രം കഴുകിയില്ലെങ്കിൽ, പിന്നെ കക്കൂസ് കഴിയില്ലെങ്കിൽ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ഗെയിമോ ഇതൊന്നും അല്ലാതെ കണ്ട് ഇവര് നമ്മളെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ ഈ 2-3 ദിവസം എന്ത് ടാസ്ക് നടന്നു എന്ന് ചോദിച്ചാൽ ഓപ്പൺ നോമിനേഷന്, കുറെ അഭിപ്രായം പറച്ചില്, ഇങ്ങനെയൊക്കെയുള്ള കുറെ വ്യത്യസ്തമായ കുറെ വ്യത്യസ്തത ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ഗെയിമോ ടാസ്കോ ഒന്നും അതിനകത്ത് നടന്നിട്ടില്ല. ഈ ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തില് അതുപോലെ ഷിയാസ് കരീം വന്നതും ശോഭാ വിശ്വനാഥ് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവര് വന്നിട്ടും ഇതിനകത്ത് വന്ന് ഇവരുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് പോകുന്ന ഉച്ചവരെ വന്ന ദിവസം ഉച്ചവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിയുമ്പോൾ ഇഴുകി ചേർന്ന് പോകുന്ന പരിപാടിയാണ്. അപ്പം ഈ പിന്നെ ഷാനവാസിന്റെ വിഷയം ലാലേട്ടൻ വരുമ്പം പുള്ളി തിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ വന്ന് ഷാനവാസിന് അനുകൂലമായിട്ട് പറയുന്നു. ഇതിനകത്ത് എന്ത് തീരുമാനം, ഇത്രയും ക്യാമറകളും മറ്റുമൊക്കെ ഈ 72 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ലാലേട്ടന്റെ മറുപടിയാണ്. ഇപ്പം പല കാര്യങ്ങളാണ് ഇവിടെ നടന്നേക്കുന്നത്. പല ടൈമില് അവര് താഴെ പിന്നെ ആതിരയുടെ ഒപ്പം കിടന്ന അങ്ങനെയുള്ള ചില ഇഷ്യൂസ്, അതുപോലെ തന്നെ ഷാനവാസിനെ ഹഗ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥകളാണോ അതോ ഇവർക്ക് റിയലായിട്ട് തോന്നിയ കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ലാലേട്ടൻ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഈ ആഴ്ച ആര് ഔട്ടാക്കും ഇതിനകത്ത് നിന്ന്? നേരത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചുപേർ ഇങ്ങനെ ഔട്ടാകാൻ ഉള്ള ലിസ്റ്റിലെ ആദിലല്ല റെന ഫാത്തിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒനിയിലൊക്കെ വോട്ടിങ്ങിലൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അനുമോക്കൊക്കെ നല്ല വോട്ടാണ്. അനുമോക്ക് നല്ല ഫാൻസും ഉണ്ട്. ഇവിടെ അവക്കത്ത് കിടന്ന് ഇവരെന്തോ മെക്കെട്ട് കയറിയാലും അനുമോളിൽ നിന്ന് പെട്ടെന്ന് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനീഷ് ഈ ഷിയാസ് വന്നപ്പോഴും റിയാസ് വന്നപ്പോഴും വളരെ സൂപ്പറായത് അനീഷാണ്. അനീഷ് ഒറ്റക്കൊമ്പൻ, ഒറ്റയാൻ കളി. അവിടെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചു. ഷാനവാസിന് അത് അറിയത്തില്ല. റിയാസ്
പിന്നെ ഇവർക്ക് ജോലി കൊടുക്കാൻ ആ ബ്ലഡെല്ലാം കൂടെ എല്ലാം കൂടെ വലിച്ച് ടിഷ്യൂസ് എല്ലാം കൂടെ വലിച്ച് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ശക്തമായി ഭാഷ ഉപയോഗിച്ചു. അത് ഒരു കണക്കിന് ഷാനവാസിന് തെറ്റ് പറയാൻ, പക്ഷേ ഗസ്റ്റായിട്ട് വരുമ്പോൾ അവരെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവർക്കുള്ളതാണ്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ അംഗങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതിനാണ് ഇപ്പൊ എല്ലാവരും എതിർക്കുന്നത്. അങ്ങനെ അപമാനിക്കരുതായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ശരി, ഇതിനൊക്കെ ഉള്ള ശിക്ഷ അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ ഇനിയും വ്യാഴാഴ്ചയായി 2 ദിവസം കൂടെ ഉള്ള എവിക്ഷന്. അപ്പൊ എന്തായി തീരും ഈ ആഴ്ച ആര് പോകുമെന്ന്? കഴിഞ്ഞ മുൻ ആഴ്ചകളിലൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞിരുന്നു ശൈത്യ പോകും, ഇതുപോലെ തന്നെ രേണുസുതി പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ആഴ്ചത്തെ ഒരു എവിക്ഷൻ പോലും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും രീതിയിലാണ് പോകുന്നത് കാര്യങ്ങൾ. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള കണ്ടസ്റ്റൻസിനെ പറയുമ്പം അവരുടെ വോട്ടിംഗ് നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിടത്തില്ല. അതൊരു തന്ത്രം. പിന്നെ ബിഗ് ബോസ് വെള്ളം പൂശാൻ ഇതുപോലുള്ള കുറെ എണ്ണത്തിനെ കൊണ്ടുവരും ചെയ്യും. ഇപ്പൊ ലക്ഷ്മി ഏകദേശം അവരുടെ പ്രശ്നങ്ങളെല്ലാം പബ്ലിക്കിലെ ഒന്ന് ഒതുങ്ങിയ മാതിരി ആക്കി റിയാസ് തിരിച്ചു പോകുന്നു. അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ജിസേലിന്റെ ഒരു ഡ്രസ്സ് തുണിയില്ലാതെ നടക്കുന്നെന്നാണ് ഇന്ന് ന്യൂസ് ഒക്കെ അങ്ങോട്ട് സോഷ്യൽ മീഡിയ എടുത്തത്. പക്ഷെ തുണിയില്ലാതെ ശരിയാണ്. ഞാൻ നോക്കിയപ്പം ജിസേല് തുണിയില്ലാതെ പോകുന്നു. എന്ത് സംഭവിച്ചൊന്നുമില്ല. ഇവരുടെ ഒരു ഡ്രസ്സിങ് രീതികൾ ഏറ്റവും കുറെയൊക്കെ വൾഗറെന്ന് പറയാം, കുറെയൊക്കെ മോഡേൺ ആണ്. നമുക്കത് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നതാണ്. ഇപ്പം സ്കിൻ ടോണിലുള്ള ഒരു ലെഗിൻസ് ഇട്ടു വന്നു. അപ്പൊ അവര് ഡ്രസ്സ് ഇട്ടത് മാതിരി ഈ പിന്നെ ക്ലോസ് വ്യൂവിലൊക്കെ വരും. അതുപോലെ ഇതിനകത്ത് വെച്ചേക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക് ഇതാണ്, ഫീൽഡ് ക്യാമറകളൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വൈഡ് വ്യൂ കാണുമ്പോൾ ഇവർ പോകുമ്പം ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് കാണുന്നത്, ക്ലോസ് ആയിട്ടൊക്കെ വരുന്നിടത്ത് ഇവർ തുണിയില്ലാതെ നിൽക്കുന്നതായിട്ടാണ് എല്ലാവരും കണ്ടത്. ആരും തെറ്റു പറയാൻ പറ്റത്തില്ല. അവർ പക്ഷെ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. വസ്ത്രം ധരിക്കാതല്ല, ചെറിയ വസ്ത്രം ധരിച്ച ദിവസമൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴാണ് ഇത് പറയുന്നത്. ഇത് ഫുള്ള് വസ്ത്രം ധരിച്ച ദിവസമാണ് ഇത് പറയുന്നത്. എന്തായാലും ശരി, ഇങ്ങനെയുള്ള ചില അപ്ഡേറ്റുകളാണ്. നമുക്ക് 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങളുള്ളത്. എന്തായാലും ശരി, ഈ കഴിഞ്ഞ ഈ ഒരു ആഴ്ചത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ ഗെയിം കളിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ്, ഷാനവാസ്, പിന്നെ ആദില, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് പേര്. ലക്ഷ്മിയൊക്കെ ഈ ബൂസ്റ്റപ്പ് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് വിട്ടാനേ പറ്റത്തുള്ളൂ. ലക്ഷ്മിയെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. അവിടെ നെഗറ്റീവ് മാറ്റി പോസിറ്റിവിറ്റി ആക്കാൻ വേണ്ടി വന്നു. ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ ഈ ആഴ്ച ആര് ഔട്ട് ആക്കും, ആര് എവിക്റ്റഡ് ആവും, എവിക്റ്റ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം. താല്പര്യമുള്ളവരും കമന്റ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.